ഹായ് ഓൾ. ഇന്ന് നമ്മൾ PSC എക്സാമിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പുതുതായിട്ട് കണ്ട ക്വസ്റ്റ്യൻസിനെയാണ് പരിചയപ്പെടുന്നത്. 2024 ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീഡിയോസ് നിങ്ങളെ സഹായിക്കും. നോക്കിക്കോളൂ, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് എന്നുള്ള ചോദ്യമാണ്. ഇത് SCERT പാഠപുസ്തകത്തെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. വ്യാപാര രംഗത്തു നിന്നുള്ള ചൈനയുടെ മുന്നേറ്റം, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അതൃപ്തി. ഈ 4 ഓപ്ഷനായിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് എളുപ്പം തന്നെ ആൻസറിലേക്ക് വരാം. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാരവൽക്കരണം എന്നുള്ള പദമാണ്. ഉദാരവൽക്കരണം എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനത്തെയും ഒക്കെ തടയിടുന്ന കുറച്ച് നിയമങ്ങളും ഒക്കെ ഒന്ന് ലഘൂകരിച്ച് സമ്പദ് വ്യവസ്ഥ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഇത് നേരത്തെയും ഇതിനുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏത് വർഷങ്ങളിലൊക്കെ? 66-ലും 1985-ലും ഈ ഉദാരവൽക്കരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ 91 മുതലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ മേഖലയിലാണ് ആദ്യമായിട്ട് തുറന്നു കൊടുക്കൽ, അല്ലെങ്കിൽ ഉദാരവൽക്കരണം അനുമതി നൽകിയ മേഖലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, അതായത് വ്യവസായവുമായി ബന്ധപ്പെട്ടത്. അടുത്തത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയിൽ, രണ്ടാമത്തെ എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി. മൂന്നാമത്തെ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആണ്. ഫിസിക്കൽ പോളിസി ഉണ്ട്, ധനനയത്തിലുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിലുണ്ട്, വിദേശ നയത്തിൽ നമ്മുടെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ആദ്യത്തെ മേഖലകൾ എന്ന് പറയുന്നത് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള മേഖലകൾ. ഇതെല്ലാം പാഠപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടു, അതിന്റെ മാക്സിമം പോയിന്റ്സ്. ഇനി ഉദാരവൽക്കരണം ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുക. കാരണം ഒരു വർഷം തന്നെ 2 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം CCയോടൊപ്പം. അപ്പം നിങ്ങൾ ഒരു PSC എക്സാമിന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, 25-26 വരാൻ പോകുന്ന ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫൗണ്ടേഷൻ കോഴ്സിന്, ഇതേപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പാഠപുസ്തകങ്ങളും ഒക്കെ പഠിപ്പിച്ചു തരുന്ന ഫൗണ്ടേഷൻ കോഴ്സിന് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളെ കണക്ട് ചെയ്യാം.